ആ ബോൾ തട്ടി നിൽക്കുന്ന ചങ്ങായി ആരാന്ന് നിങ്ങൾക്ക്? അതാണ് ഹൈദരാബാദ് FC-ക്ക് വേണ്ടിയിട്ട് ISL-ൽ കളിക്കുന്ന മിസ്റ്റർ റാഫി. ഞാൻ എൻ്റെ ഗെയിമിംഗ് വീഡിയോയിൽ മര്യാദക്ക് നിങ്ങളോട് പറഞ്ഞു, ഞാനും ഓനൊപ്പം പഠിച്ചതാണ്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. അപ്പം നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. നൗ വാട്ട് ഗൈസ്, ഇറ്റ്സ് ഓക്കെ. നിങ്ങളാരും സോറി ഒന്നും പറയണ്ട കേട്ടോ. നമ്മുടെ കൂടെ ഇന്ന് ഒരു റിയൽ പ്രൊഫഷണൽ ഫുട്ബോളർ ഉണ്ട്. 2016 സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷന് കീഴിൽ ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ തന്നെ ടോപ്പ് 16 അണ്ടർ 15 ഫുട്ബോളേഴ്സിൽ ഒരാൾ. 2019 സാഫ് ചാമ്പ്യൻഷിപ്പ് നേടിയ അണ്ടർ 19 ഇന്ത്യൻ സ്ക്വാഡിലെ മെമ്പർ. 2024 ISL ഹിസ്റ്ററി കുറിച്ച ഈ ഒരു യങ് ഹൈദരാബാദ് FC സ്ക്വാഡിലെ ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സിൽ ഒരാൾ. ഇന്നത്തെ ഗസ്റ്റിനെ കുറേ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും റാഫി വരൂ. ഞാൻ ശരിക്കും കൈ കൊടുത്തിട്ടോ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ MSP മലപ്പുറം 10th എൻ്റെ ഒപ്പം ക്ലാസ്മേറ്റ് ആയിരുന്നു. ഞങ്ങൾ ഒരു സ്ഥലത്തിരുന്നാണ് എക്സാം എഴുതിയത്, 10ാം ക്ലാസ് SSLC. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ചലഞ്ചിക്ക് പോകല്ലേ? ഒരു ISL പ്ലെയർ വേഴ്സസ് നൂബ്. ആരാ ജയിക്കും നോക്കാം നമുക്ക്. നമ്മളെ ഫസ്റ്റ് ചലഞ്ച് നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങട്ടോ. ഈ പ്രോ ആന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് കുറെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. നമ്മള് നോർമൽ ലോക്കൽ പ്ലെയർ ആണ്, പ്രോ ഒന്നുമില്ല. ഞാനാണ് പ്രോ. മനസ്സിലായോ? ഓൻ വരെ സമ്മതിച്ച്. ജസ്റ്റ് ഒരു ക്രോസ് ബാർ ചലഞ്ച്. 3 പ്ലേയേഴ്സിനും 3 അറ്റംപ്റ്റ്സ് വീതം. ആരാണോ കൂടുതൽ ക്രോസ് ബാറിന് കൊള്ളിക്കുന്നത് അവര് ജയിക്കും. ഇവർക്ക് 2 പേടിയാന്ന് പറഞ്ഞു. ഞാൻ തന്നെ തുടങ്ങാം കേട്ടോ. പേടിക്കണ്ട, ആർക്കും കൊണ്ടിട്ടില്ല ഗൈസ്. 3 വയ്യ. സ്റ്റാർട്ടിംഗ് ആണ്. ജസ്റ്റ് എസ്കേപ്പ് ആട്ടോ നമ്മൾ. റാഫി അടിക്കേ ഗൈസ്. ഓല് 2 സെമി പ്രോയും പ്രോ ആണ്. കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പോയിട്ട് കാര്യമില്ല, കൊള്ളിക്കണം മിസ്റ്റർ. ഇന്റേതാണ് ഇപ്പൊ ഏറ്റവും അടുത്ത്. ഇത്ര അടുത്തൊന്നും കാര്യമില്ല, അത് കൊള്ളിക്കണം, അതാണ് മെയിൻ. 3ാമത്തെ അടി. എന്തുകൊണ്ടാണ് പ്രോ നോക്കി കാണിച്ചത് കേട്ടോ. അതുകൊണ്ട് മിസ്സായ നല്ല രസം ഉണ്ടാവും. ഓനക്കുള്ള BGM-നുള്ള സാധനം ഞാൻ ഇട്ടെടുത്ത് മാങ്ങ. ഞാൻ എന്തുകൊണ്ടാ പ്രോ എന്ന് ഞാൻ കാണിച്ചിട്ട്. സമാധാനം. ഒരു വാഴ കൊള്ളിച്ചിട്ടില്ല. ലെറ്റ്സ് ഗോ ഗൈസ്. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ റാഫിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഓന് എറണാകുളത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നതാ, അതുകൊണ്ട് മാത്രം. ഇനി നമ്മൾ ഫുള്ള് വേറെ കേട്ടോ. എനിമീസ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, റാഫി ഈസ് എ വേഴ്സറ്റൈൽ ഡിഫൻഡർ. സെൻട്രൽ ഡിഫൻഡർ ആയിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ ആൾ കളിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ആളുടെ ഫേവറേറ്റ് പൊസിഷൻ ഏതാണ്? സെൻട്രൽ ബാക്ക്. ഇപ്പോൾ എന്നോട് ഞാൻ പറയണേ, എൻ്റെ ലൈഫിൽ ഇനി ഫുട്ബോൾ കരിയർ കഴിയുന്നവരെ ഒരൊറ്റ പൊസിഷന് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഈ സെൻട്രൽ ബാക്ക് ചൂസ് ചെയ്യും. ലെഫ്റ്റ് ബാക്കോ? എൻ്റെ ഫേവറേറ്റ് പൊസിഷൻ ഈ 69. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കണേ. ഞാൻ ക്ലിപ്പ് ഫാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ക്യാമറയിൽ ഒരു എറർ വന്നത് കാരണം ആ ക്ലിപ്പ് നമുക്ക് മിസ്സായി ഗൈസ്. ഒരു ഓൾ ടൈമർ ക്ലിപ്പ് പോയി. എനിവേ, നെക്സ്റ്റ് ചലഞ്ച് നമ്മൾ റാഫിക്കോന്റെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ്. കീപ്പർക്കെതിരെ 5 ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട്സ്. ആൾ എത്രണ്ണം സ്കോർ ചെയ്യുന്നു നോക്കുക. കമോൺ റാഫി, അന്റെ സാധനം കാണിച്ചോട്ടോ. ഐ മീൻ അങ്ങനല്ല കേട്ടോ, അന്റെ സ്കില്ല് കാണിച്ചോട്ടോ. ഏതാ പവർ നോക്കടാ. അന്നെ വെട്ടിച്ചിട്ടോ. ഇപ്പൊ ഈ സെക്കൻഡാ. അത് ഈ അമലിനെ വെട്ടിച്ചു. റാഫിയെ അത് ഞങ്ങളെ പോലെയാണ് ഇപ്പൊ അടിക്കുന്നത് കേട്ടോ. അത് സൂച. റാഫി ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര പോലെ ഞങ്ങൾ ഇംപ്രസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ അടിക്കണ പോലെയാണ് ഓനും അടിക്കുന്നത്. നമ്മളൊക്കെ ലോക്കൽ പ്ലെയർ ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞു, കരുതിയിട്ടില്ല എന്നെ. ഒരു ചാൻസ് കൂടെ ആണോ?
ഓക്കെ കീപ്പറെ ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടോ. ഈ 3 ബോൾ ആയിക്കോട്ടെ. എന്റെ ട്രൈ കണ്ട് ഞങ്ങൾ വീണു എന്നാ പറയും. 3 ഗോൾ 3 ബോളിൽ 3 ഗോൾ. എടാ നമ്മള് ലൈഫിൽ ആർക്കും സെക്കൻഡ് ചാൻസ് കൊടുക്കൂല, പക്ഷെ റാഫിക്ക് കൊടുക്കണ്ടില്ലേ ഇനി. 1-1. താങ്ക് യു കീപ്പർ. അവിടെ മറ്റേ അടി പവർലടി തും തും കേക്കട്ടെ. തും 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 സഹൂർ. ഇപ്പൊ കുഴപ്പമില്ല, അപ്പൊ അവന് പേരുദോഷം മാറ്റിയെടുത്തിട്ടുണ്ട്. സോ നമ്മള് നെക്സ്റ്റ് ചലഞ്ചിക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു സംഭവം നോക്കി, ഇതിന്റെ ചുറ്റും ഒന്ന് നോക്കി. ഈ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്ന പോലെ തന്നെ BBM സ്പോർട്ട്ലാൻഡിന്റെ ഫെസിലിറ്റി ആണ്. ഓക്കെ, യെസ്, കേരളത്തിലെ ലാർജസ്റ്റ് സ്പോർട്സ് സെന്റർ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ഒരു ഫുട്ബോൾ പിച്ചിന് പുറമെ 10-ലധികം അതർ സ്പോർട്സിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മളിന്ന് ഇങ്ങനെ ഒരു ഫുട്ബോൾ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സെറ്റപ്പ് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും ഞാൻ ഒരു നോർമൽ ടർഫ് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴാണ് ഞാൻ അവിടെ വന്ന് ഈ ഫെസിലിറ്റീസ് കാണുന്നത്. 100% ഫിഫ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ബിൽഡ് ചെയ്ത BBMന്റെ പിച്ചാണ് ഇത്തവണത്തെ KPL ചാമ്പ്യൻസ് ആയിട്ടുള്ള മുത്തൂറ്റ് FA, സൂപ്പർ ലീഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള കാലിക്കറ്റ് FC, നമ്മുടെ സ്വന്തം ഗോകുലം കേരള FC എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് ഇനി ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. പ്ലസ് 5 ന്യൂ നെറ്റ്സ് അവിടെ വരുന്നുണ്ട്. ഇൻഡോർ വോളിബോൾ പ്ലസ് ബാഡ്മിന്റൺ കോർട്സ്. ഇനി ബാസ്കറ്റ് ബോൾ ആണെങ്കിൽ ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ അവൈലബിൾ ആണ്. ടെന്നീസ്, പിക്കിൾ ബോൾ, 100 മീറ്റർ സിന്തറ്റിക് റണ്ണിംഗ് ട്രാക്ക്. നിങ്ങളുടെ സെഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയ 2 സ്വിമ്മിംഗ് പൂൾസും ഇവിടെ ഉണ്ട്. വേറെ എന്തൊക്കെയോ അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഇതിന്റെ വർക്ക് ഫുള്ള് കഴിയുമ്പോൾ ഞാൻ എന്റെ താമസം ചിലപ്പോൾ മോങ്ങത്തുള്ള BBM സ്പോർട്ട്ലാൻഡിക്ക് മാറ്റിയിട്ടുണ്ടാവും. സോ ISL 2 സീസണല്ല പോയത്, 30ന്റെ മേലേക്ക് മാച്ചസ് കളിച്ചു. ആൻഡ് ഏറ്റവും ടഫസ്റ്റ് ഒപ്പോണന്റ് ആരെ ഫേസ് ചെയ്തത്? ഒരു 2 ആളെ പറയണം. ഒന്ന് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോസദോയ്, ഫാക്ടോസ്, പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യൻ പ്ലെയർ ആയ ലിസ്റ്റൺ കുളാക്കോ. അതിൻ്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? അവരുടെ സ്കില്ലാണോ, പേസ്? അവർ എന്താ പറയുക, അവരുടെ ഒരു ബോൾ കോർഡിനേഷനും ഒരു ക്വിക്ക് ഫീറ്റ് എന്നുള്ളൊരു ക്വിക്ക് ഡ്രിബ്ലിങ് അതൊക്കെയാണ്. ഇനി ഇവനോട് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും, ആരാണ് ഓൻ ഫേസ് ചെയ്ത ടഫസ്റ്റ് ഒപ്പോണന്റ്? നോ ബ്രോ. ഓ ഇന്ന പറയും. As I say many times, in my opinion, I'm the best. Next challenge 1 versus 1. Time to show my talents. ഞാൻ ഡയലോഗ് ഒന്നും അടിക്കണില്ല. ഇവരെന്തൊക്കെയോ വേറെ പ്ലാൻ ഇട്ടാണ് ഇന്നെ നാണം കെടുത്താൻ. ഷോൾക്ക് അറിയില്ലല്ലോ, ഇതിനേക്കാളും ഷെയിംലെസ് ആയ വേറൊരാളില്ല. ഇതൊന്നും വേണം ചെയ്താ എടാ, നമ്മളെ കൊണ്ട് വഹിക്കണതല്ലേ ചെയ്യാനുള്ളൂ. Are you not ashamed of yourself? എനിക്ക് വേണ്ടിയിട്ട് വിഷ്ണു സ്കോർ ചെയ്യും. കമോൺ വിഷ്ണു, ഞാൻ അന്നെ ഏൽപ്പിച്ചാണ്. അല്ല ഒന്നും നടക്കൂല. വിഷ്ണു, ഗോളായോ? അയ്യോ റാഫിയെ, ഞങ്ങൾ ടീമാണ്. 2 versus 1 ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോഴും ഏകദേശം 1 versus 1 തന്നെ ആവും. ഒന്ന് ഞാനല്ലേ കേട്ടോ. നേരെ തിരിച്ചല്ലേനോ? You're honestly an idiot. ആ കുഴപ്പമില്ല, വന്നോ. വലിയ കൺഫ്യൂഷനായി. Oh my God, bro. അങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പോവാ, ഇങ്ങോട്ട് തിരിച്ചു തരാൻ കഴിയണ്ടേ? എന്താ ക്യാമറ മോന്തൊക്കെ കൊണ്ടുവരണേ? ഇസേ അയ്യോ, ആടാ, he tried. സോ ഈസി. ഓ ടു ഈസി എന്നൊക്കെ പറയണ്ടത് ശരിയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. എന്താ ചെയ്യണോ വിഷ്ണു? മാനം കാക്കേ, വാണബി ഫുട്ബോളേഴ്സിന്റെ മാനം കാക്കേ. അടുത്തത് ഓനായിട്ട് ഡിഫെൻഡ് ചെയ്യണം കേട്ടോ. ഓനും ചാൻസ് കൊടുക്കണ്ടേ? എടാ അടിക്കണം. അപ്പം എന്നാ വെച്ചോണ്ടോ പോയിക്കോ. Come on guys. വാഴ കീപ്പറിനെ വലിച്ചു വെച്ചു കൊടുത്തു. എടാ എൻ്റെ കയ്യിൽ ഇത് മറ്റേ POV ഉണ്ടായിന്, കോൺസെൻട്രേഷൻ പോയി.
ഇനി റാഫി വേഴ്സസ് വിഷ്ണു കേട്ടോ. ഈ ഗോൾ അടിക്കോ? യെസ് യെസ്. ഞാൻ ഇനി വിഷ്ണുവിൻ്റെ എതിരാട്ടോ. അയ്യോ ഒറ്റടിക്ക് പോയി. നടല്ലല്ലോ. അല്ല നടല്ല. ഞാൻ സ്ലൈറ്റ് ടാക്കിളൊക്കെ കിട്ടോ നോക്കി ചെയ്തോ. എന്റെ കരിയർ പോയാലൊന്നും ഞാൻ ഉത്തരവാദിയാവില്ല. സൂചന പരിക്കാക്കിയ പോലെ ഞാൻ ആക്കും. പേടിച്ചോ. ഈ ബീജുവൊക്കെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ കേട്ടോ, മഴ. ഞങ്ങളിങ്ങനെ ചെയ്തു വരും, മഴ പെയ്യും, ഞങ്ങൾ കയറിപ്പോരും. എന്നാ ബാ എന്നാ മാക്സിമം ബാക്ക് കൊണ്ടുപോയതാണ് അത്. ഒറ്റലിക്ക് പോവോ? ഇത് റൈറ്റ് അല്ലേ? ഇങ്ങനെ കഥ പറഞ്ഞോട് ഡിഫെൻഡ് ഇതൊന്ന് അടിക്കുവോ? എനിക്കുള്ളതായിക്കണോ? ഫോട്ടോഗ്രാഫി അടി. വിഷ്ണു ഉളുപ്പുണ്ടെങ്കിൽ ഇനി പതറണം തന്നെ തുടങ്ങി ഗ്രൗണ്ടിൽ ഗൈസ്. അമലിന്റെ പോസ്റ്റിനും കൂടെ ഒരു ഗോള് കളിച്ചോ. നമുക്ക് എന്താ ESL പ്ലേയേഴ്സ്. ഫൗൾ ചെയ്യണോ? എടാ അമല ഉറങ്ങി. അതവിടെ കഴിഞ്ഞ കളിയാണ്. അമൽ അമല അതിൻ്റെ ഇടയിൽ ഉറങ്ങാൻ പോയി. അവിടെ കഴിഞ്ഞ കളിയാണത്, ഞാൻ സമ്മതിച്ചില്ല. ഇത് ഫൗൾ ചെയ്തില്ലേ? ഒരു ഫൗളില്ല. ഓ കൈ കൊണ്ട് പിടിച്ച് വലിച്ചിരുന്നേ. റാഫി അങ്ങ് നോണ പറയാൻ പറ്റില്ല. ക്യാമറ ഉണ്ടത്. കാണിച്ചോട്ടെ. ഞാൻ എന്തായാലും തോൽവി സമ്മതിച്ചു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് കുറേ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്ക് അടുത്ത റൗണ്ട് പോകല്ലേ? വേണ്ട, നമുക്ക് രണ്ടാക്കോ പഠിഞ്ഞത്. റാഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ ഒരു വലിയ മൈൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. ആളുടെ ഫസ്റ്റ് എവർ ഗോൾ ISL ജംഷഡ്പൂർ FCക്കെതിരെ. ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഗോൾ അടിക്കുമ്പോൾ? ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന കാലം. അതായത് ഗോൾ അടിക്കണം, ഒരു ഗോളെങ്കിലും അടിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു സീസണിൽ. അത് സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് എന്തിനു സെലിബ്രേഷൻ, എന്തിനു ഗോൾ അടിച്ചോ? സെലിബ്രേഷൻ ഒന്നുമില്ല, എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എന്തൊക്കെ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകും. ഗസ് ചെയ്യാം ഇതിന്റെ സെലിബ്രേഷൻ എന്തായിരുന്നു? ഞാൻ ഗോൾ അടിച്ചോ? മേ ബി നെയ്മർ. പറഞ്ഞോടുക്കാൻ ഷിവോ അണ്ണൻ്റെ ആളല്ലേ? ഇവനെ പുറത്താക്കേണ്ടി വരും ഇപ്പൊ തന്നെ. മെസ്സി ഗൈസ് ഓൾവേസ്. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചലഞ്ച് ഈസ് ഒരു ഫിനിഷിംഗ് ചലഞ്ചാണ്. റാഫി ഓൻ്റെ ഗോൾ സ്കോർ ചെയ്തിട്ടോ ഫിനിഷിങ്ങിൽ ക്യാമറ എന്ന് തെളിയിച്ചു. അതേപോലെ തന്നെ ഞാനും അത്ര അടിപൊളിയാണ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ. എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് ചോദിച്ചാൽ മതി. കിട്ടിയോ? അടുത്ത ചലഞ്ച് ഈസ് ദ 5 ഷോട്ട് ചലഞ്ച്. ഒബ്വിയസ്ലി കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾ ജയിക്കും. 5 സെക്കൻഡ്. അമല 5 സെക്കൻഡ് എടുക്കാം. പോട്ടെ. 1 2 3 4. കീപ്പർ ഒന്നോ? ഫസ്റ്റ് ടൈം ഫിനിഷ്. പോട്ടെ. റാഫി ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഗോളാക്കാൻ നോക്കട്ടോ. എടാ ഞാൻ ബോളിക്കിട്ട് എടുത്താ ബോൾ. ഓ ഏറ്റവും ടഫ് ഉള്ള രണ്ടെണ്ണം സ്കോർ ഉള്ളതാണ് നമുക്ക് പറ്റുള്ളൂ. ഈസി ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. എത്ര 3 ഗോളല്ലേ? ഞാൻ 3 എണ്ണം, ഈ 2 എണ്ണം. ഞാൻ ഇപ്പൊ 3 എണ്ണം അടിച്ചു. 2 എണ്ണം അല്ലേ? 3 എണ്ണം. ആ 1v1 കയറി. 1v1 ഗോളായിനോ? കീപ്പർ എന്താ ഒരു കൂടുതൽ ബന്ധായോ? കീപ്പർ ഇപ്പുറത്താ. ഇവിടെ അല്ലേ? 1 2 3 4. too easy. Come on. First time finish.
Come on, keeper, good one. എന്നാ ഫ്രീ Free kick, free kick. നക്കിൾ ബോൾ കേട്ടോ. Save it, ah. അണ്ണൻ കണ്ടോ? Save it. Too far for Ronaldo to think about it. Oh! Yes. Ready? വോളി വോളി Keep ready. വോളി വോളി. വോളി കിങ്. Ah. വോളി കിങ് ഫോർ എ റീസൺ. ഞങ്ങൾ മൂന്നാളും 3-3. No. ഞാൻ 3 അടിച്ചു. ഇജ്ജ് 3 അടിച്ചു. എവിടെ 3 അടിച്ചു? പെനാൽറ്റി അടിച്ചു. ആ ഈ 4 അടിച്ചല്ലോ. ഇല്ല 3 അടിച്ച. ആ അപ്പൊ ഞങ്ങൾ രണ്ടാളെന്താണ് ഈക്വൽ ആണ് ഇപ്പോ ഫുട്ബോൾ എബിലിറ്റിന്റെ കാര്യത്തില്. ഇനി ആരും ഡൗട്ട് അടിക്കരുത്. ഓന്റെ സന്തോഷത്തിന് നമ്മള് സമ്മതിക്കണം. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വിഷ്ണു എത്ര ഗോളാ? റാഫിനെ വെട്ടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. 1 പെനാൽറ്റി സീരിയസ് ആയിട്ട് അടിക്കണേ. 1 versus 1 പോട്ടെ. 3 4 എടാ ഫസ്റ്റ് ടൈം ഫിനിഷ് പോട്ടെ. ലെറ്റ്സ് ഗോ. ഇപ്പം പോരാ വിഷ്ണു പോരാ. ലെറ്റ്സ് ഗോ. വിഷ്ണു എല്ലാവരും സമനിലായ സഡൻ ഡെത്ത് ഉണ്ട് കേട്ടോ. ഒരൊറ്റ ഷോട്ട്. നോ ഇനി ഞാനും റാഫി സഡൻ ഡെത്ത്. ഞങ്ങൾ രണ്ടാളും ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് ആരാണ് ഈ റൗണ്ടിൽ ജയിച്ചത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സഡൻ ഡെത്ത്. ബീഗ് ഫുഡ് വോളി എന്നാൽ ഫസ്റ്റ് ആർ അടിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോൺ പേപ്പർ സിസർ ഷൂട്ട്. ഫസ്റ്റ് ആരാ? ഞാനാ? എടാ ഞാൻ അടിച്ചാ കളി കഴിയും. സഡൻ ഡെത്ത് ആണ്. ഐ ഹാവ് ചാൻസ് ബ്രോ. റെഡി? ബോൺ റെഡി. റെഡി? എടാ റെഡി അല്ലേ? ബീഗ് ഫുട്ട് കേട്ടോ. അടിച്ചു. അത് ഗോൾ. യെസ്, ഗുഡ് വൺ കീപ്പർ. റാഫി ഈസി. നല്ല ബോളാണത്. അതൊരു കാര്യം. ഇതടിച്ചു. അത് നല്ല കണക്ഷൻ ഒന്നല്ലേ? ജോഡി ഫസ്റ്റ് പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പോയിടിച്ചു. പോയിക്കോ. അപ്പൊ നമ്മൾ ടൈ ആയിട്ട് ഗൈസ് ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഞങ്ങൾക്കുള്ള പെർമിഷൻ കിട്ടിയ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതാക്കല്ലേ ഈക്വൽ. എടാ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം. യെസ് ബ്രോ. അപ്പൊ കയ്യൊക്കെ തന്ന് ഇതാക്കണം. യെസ്. പേടിയുണ്ട് ആൾക്കാർക്ക്. യാ അത്ര കൊള്ളു. ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ് ലൈക്ക് 100K ആവാനായിക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വെറുതെ. അപ്പൊ ശരി, ബൈ.